ഇറാനെതിരായി വലിയ നേട്ടങ്ങളുണ്ടായി. ഭരണകൂടം ദുർബലമായി. നെതന്യാഹു. ഇറാനെതിരെയുള്ള ഇസ്രായേൽ-യുഎസ് സംയുക്ത ആക്രമണം ഇതുവരെ എത്തിയപ്പോൾ ഇസ്രായേൽ ഇറാന്റെ സൈനികശേഷിയെ ഗണ്യമായി ദുർബലപ്പെട്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചൊവ്വാഴ്ച പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി, ബാലസ്റ്റിക് മിസൈൽ നിർമ്മാണം, ഭരണം, അടിത്തട്ടിന്റെ സൗകര്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള തീവ്രവാദ സേനകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് സംയുക്ത ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇത് അവർക്ക് തന്ത്രപരമായ തിരിച്ചടി ഉണ്ടാക്കിയെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചു. ആണവ മിസൈൽ വികസനത്തിൽ ടെഹ്റാന്റെ ഏകദേശം $1 ട്രില്യൺ വിലമതിക്കുന്ന വൻ നിക്ഷേപം വലിയ തോതിൽ നിർവീര്യമാക്കി. പരമോന്നത നേതാവ് ഖമേനി ഉൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗം നേതാക്കളെ ഇല്ലാതാക്കി. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനായി ഗാസ, തെക്കൻ ലെബനൻ, സിറിയ അതിർത്തി എന്നിവിടങ്ങളിൽ സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇസ്രായേലിന്റെ പ്രതിരോധശേഷിയെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സിവിലിയന്മാരെയും സൈനികരെയും പ്രശംസിച്ചു.